58 വയസ്സുള്ള കോളേജ് അധ്യാപകൻ ചായ കുടിക്കുന്നതിനിടെ കുഴഞ്ഞു വീണ് മരിക്കുന്നു. ചെറിയ തലകറക്കമെന്ന് പറഞ്ഞ 50 വയസ്സുകാരിയായ വീട്ടമ്മയെയും നിമിഷനേരം കൊണ്ട് മരണത്തിന് കീഴടങ്ങുന്നു. 20 വയസ്സുകാരിയായ വിദ്യാർത്ഥിയും നെഞ്ചുവേദനയ്ക്ക് പിന്നാലെ മരണപ്പെടുന്നു. ഒരു മാസത്തിനിടെ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടത് 20ഓളം പേർ. മരിച്ചവരിലേറെയും യുവാക്കളും മധ്യവയസ്കരും. കർണാടകയിലെ ഹസൻ വീണ്ടും വാർത്തകൾ നിറയുകയാണ്. 40 ദിവസത്തിനിടെ ഇവിടെ ഹൃദയാഘാതം കാരണം മരണത്തിന് കീഴടങ്ങരുടെ എണ്ണം 22 ആണ്. 2 വർഷത്തിനിടെ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത് 500-ലേറെ ഹൃദയാഘാതങ്ങൾ, അതിൽ 190 മരണം. ഹസനിൽ എന്താണ് സംഭവിക്കുന്നതെന്ന ഞെട്ടലാണ് കർണാടക സർക്കാർ. മധ്യവയസ്കരും വീട്ടമ്മമാരും വിദ്യാർത്ഥികളും തൊഴിലാളികളും ഉൾപ്പെടെയുള്ളവർ മരണപ്പെട്ടവരിൽ പെടുന്നു. മരിച്ചവർക്ക് മറ്റു രോഗങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും പാരമ്പര്യമായ ഹൃദ്രോഗ ചരിത്രമൊന്നും ഇല്ലായിരുന്നുവെന്നും കുടുംബാംഗങ്ങൾ വാദിക്കുന്നു. വിഷയത്തിൽ അടിയന്തര അന്വേഷണത്തിന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉത്തരവിട്ടിട്ടുണ്ട്. ബംഗളൂരുവിലെ ജയദേവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘത്തെ വിഷയം പഠിക്കാൻ നിയോഗിച്ചിട്ടുണ്ടെന്നും 10 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയെന്നും മുഖ്യമന്ത്രി എക്സ് പോസ്റ്റിലൂടെ അറിയിച്ചു. ജില്ലയിലെ ഹൃദയാഘാതം മൂലമുള്ള തുടർമരണങ്ങൾക്ക് പിന്നിൽ കോവിഡ് വാക്സിനേഷനാണെന്ന തരത്തിലുള്ള വാദങ്ങൾ ഇതിനോടകം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ എല്ലാ വിഷയങ്ങളും വിദഗ്ധ സമിതി റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം പരിശോധിക്കുമെന്നും ഓരോ ജീവനും വിലപ്പെട്ടതാണെന്നും കർണാടക സർക്കാർ നിലപാടെടുത്തിട്ടുണ്ട്.